떨어졌어. 우리 자꾸 들어왔어. മനോജിനോട് ഇങ്ങ് മാറാൻ പറഞ്ഞു. പപ്പാടെ ഇങ്ങ് മാറാൻ പറയണം. അയാൾ മാനേജ് ചെയ്തോളൂ. പപ്പാടെ ഇങ്ങ് മാറാൻ പറ. അത് ഷാജസ് ഇവിടെ പപ്പ ഇടപെട്ടത്. അയാൾ മാനേജ് ചെയ്തോളൂ. കുഴപ്പമില്ല. പപ്പയോട് മാറാൻ പറഞ്ഞു. അപ്പൊ നല്ല ടെൻഷൻ ആവല്ലേ എന്ന് പറ. നൈസായിട്ട് എനിക്ക് വെളിവില്ല. അതായത് എൻ്റെ ബ്രദറിൻ്റെ മോൻ്റെ കല്യാണത്തിൻ്റെ റിസപ്ഷനിലേക്ക് ഞങ്ങൾ പോവുകയാണ് വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം. അപ്പോൾ അവിടെ ഷാൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വാഹനങ്ങളെല്ലാം ഇങ്ങനെ കോൺവോയ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ ഉണ്ട് ഈ പറയുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ ഞങ്ങൾ നോട്ടീസ് ചെയ്യുന്നത് ഷാജൻ്റെ വണ്ടിയുടെ, അതായത് ഞങ്ങളുടെ കോൺവോയുടെ ഇടയിലേക്ക് ഒരു താറ് പെട്ടെന്ന് അങ്ങോട്ട് ഇടിച്ച് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ച് മാറുകയും നോക്കുമ്പോൾ ഷാജൻസ്കറിയുടെ വണ്ടി ഞങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിരുന്നു. അപ്പോൾ അത് വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് അപ്പോൾ എന്തോ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ ഇതിൻ്റെ പുറയിലാണ് ഞങ്ങളുടെ വണ്ടിയൊക്കെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളെ ഈ വണ്ടി ഒതുക്കിയിട്ടാക്കണപ്പോൾ എന്ത് പറ്റി, ഇനി വണ്ടികളെല്ലാം നിർത്തിയിട്ടിട്ട് ഒന്നിച്ച് വീണ്ടും പോകാനാണോ നോക്കി കഴിഞ്ഞ് എന്ന് വിചാരിച്ചാണ് ഞങ്ങളും വണ്ടി ഒതുക്കിയത്. വണ്ടി ഒതുക്കി കഴിഞ്ഞ് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ആർഗ്യുമെൻ്റ് ശൈലിയിൽ അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ കോൺവോയിൽ വന്നാക്കുന്ന വണ്ടികൾ തമ്മിൽ ആണല്ലോ എന്താണ് സംബന്ധം അറിയാൻ വേണ്ടി ഞാനും വണ്ടി നിർത്തി ചെല്ലുമ്പോൾ അവർ ഞങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ പൊക്കോ, ഇത് ഇത് വേറൊരു കേസാണ്. അപ്പോൾ വേറെ കേസാണ്, ഇത് ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നാണ് അവർ പറയണത്. അപ്പോൾ എനിക്ക് ആ ഒരു സിറ്റുവേഷൻ പന്തിയല്ലല്ലോ എന്ന് എനിക്ക് തോന്നി. എനിക്ക് ഈ പറഞ്ഞ് അവിടെ എന്താണ് അവിടെ നടക്കുന്നതെന്ന് എനിക്ക് കിട്ടുന്നില്ല. അപ്പോഴും ഈ ആർഗ്യുമെൻറ്റ് ഷാൻചേട്ടൻ്റെ ജസ്റ്റ് അന്നേരമാണ് വിൻസ്ക്രീൻ താഴ്ത്തിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഷാൻചേട്ടനും ഇത് നമ്മുടെ കൂടെ വന്നാക്കുന്ന വണ്ടി എന്തോ ടച്ച് ഏതൊരു വണ്ടി ഈ പറഞ്ഞ താറ് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വണ്ടിയിലേക്ക് ഉറഞ്ഞ് ഷാൻചേട്ടൻ്റെ വണ്ടിയുടെ സൈഡിൽ തട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ തട്ടുകൊണ്ടാണ് പുള്ളി നിർത്തിയത്. പിന്നെ ആർഗ്യുമെൻ്റാണ്. അപ്പോൾ ഈ ആർഗ്യുമെൻറ്റ് പെട്ടെന്ന് അങ്ങോട്ട് ബൂസ്റ്റ് ആവുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നിട്ട് പറയുന്നു, അത് എന്താണ് ഇത്, കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ് തീർക്കാമല്ലോ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ പിന്നെ അറ്റാക്കാണ് പിന്നെ കാണുന്നത്. അതായത് കുറേ പേര് കൂട്ടം കൂടി ഒരു 3-4 പേര് നിന്നിട്ട് ഉള്ളിലേക്ക് ഇരിക്കുന്ന ഷാജൻസ്കറിയുടെ ഇങ്ങനെ ഇടിക്കുകയും അങ്ങനെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ചെന്നത് പറഞ്ഞു, ഇത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ബന്ധുവിൻ്റെ കല്യാണത്തിന് വന്ന ഗസ്റ്റാണ്, അപ്പോൾ അത് ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ ഞങ്ങളോട് വീണ്ടും അവർ പറയുന്നുണ്ട്, നിങ്ങൾ മാർക്ക് പോക്കുമെന്നും പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ അത് കൂട്ടാക്കാതെ, കാരണം അത് ശരിയല്ലോ, ഒരാളെ പിന്നെ ഒരു അകാരണമായിട്ട് അതിക്രൂരമായിട്ട് തന്നെയാണ് മർദ്ദിക്കുന്നത്, അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഞങ്ങൾ പറ്റുന്ന പോലെ ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളെ സെപ്പറേറ്റ് ചെയ്യാനാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പോൾ ആ കൂടെ എൻ്റെ വൈഫ് ഇറങ്ങി വരുന്നുണ്ട്. വൈഫെന്ന് അവരോട് പറയുന്നുണ്ട്, നിങ്ങളിവിടെ വെച്ച് ഇങ്ങനത്തെ ഇത് കാര്യങ്ങൾ ചെയ്യല്ലേ. അപ്പോൾ ഏതായാലും ഇതെല്ലാം പറഞ്ഞ് ഞങ്ങൾ പിന്നെ അത് കാണുന്നത് ഷാജൻസ്കറിയുടെ മൂക്കിൽ നിന്നും പിന്നെ വായിൽ നിന്നൊക്കെ ബ്ലഡ് വരുന്ന വളരെ നിസ്സഹായാവസ്ഥയിൽ ഇടത് സൈഡിലുള്ള സീറ്റിലേക്ക് ഇങ്ങനെ ചാഞ്ഞിരിക്കുന്ന ഷാജൻസ്കറിനെയാണ് പിന്നെ ഞാൻ കാണുന്നത്. പിന്നെ എനിക്കുണ്ടായിരുന്ന മാർഗം ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വണ്ടിയെടുത്ത് പുള്ളിനെ ഇവിടെ നിന്ന് പിന്നെ മാറ്റുക എന്ന് പറഞ്ഞാൽ വണ്ടിയെടുത്ത് മൂവ് ചെയ്യില്ല. അവിടെ നിൽക്കുന്നതോറും സാഹചര്യങ്ങൾ വഷളാവുമെന്ന് എനിക്ക് തോന്നി. ഞാൻ പിന്നെ കയറിയിരുന്ന ഷാജൻചേട്ടൻ്റെ വണ്ടിയെടുത്ത് ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോയത്. പിന്നെ പോകുന്ന പോക്കിലാണ് പിന്നെ ഞങ്ങൾ പിന്നെ പോലീസിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ്, പിന്നെ ഞങ്ങളോട് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് താലൂക്ക് ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്ന് അഡ്മിറ്റായി. അപ്പോഴത്തേക്കും പോലീസൊക്കെ അവിടെ എത്തി സഹായത്തിന് ആൾക്കാർ ഇതുപോലെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ വന്നിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഫർദറുള്ള ഇനീഷ്യൽ അസസ്മെൻറ്റും കാര്യങ്ങളും വെച്ച് പിന്നെ അങ്ങോട്ട് റെഫർ ചെയ്തു മറ്റേ വേറെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക്. പിന്നെ അങ്ങനെയാണ് അങ്ങോട്ട് ഫർദർ സ്കാനിങ് വേണമെന്ന് പറഞ്ഞത്. ആ സമയത്തൊക്കെ ഇപ്പോൾ എനിക്ക് എൻ്റെ നോട്ടത്തിൽ ഷാജൻസ്കറിയ ഒരു പാതി ബോധത്തിലായിരുന്നു. കാരണം പിന്നെ സംസാരിക്കാൻ പറ്റത്തില്ല, ചുണ്ടൊക്കെ ഭയങ്കരമായിട്ട് ശല്യമായിട്ടുണ്ട്. നന്നായിട്ട് ചങ്കിനിടി കിട്ടിയ പോലെ എന്നോട് കൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പറയുന്നുണ്ട്,
എൻ്റെ ചങ്കിന് നന്നായിട്ട് പറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഇടിയുടെ ആഘാതം എന്തുമാത്രം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അങ്ങനെ ആയിരിക്കാം എനിക്ക് തോന്നുന്നു താലൂക്ക് ആശുപത്രിയിൽ നിന്ന് അവർ റെഫർ ചെയ്തിട്ട് വേറെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. കാരണം അവിടെ സൗകര്യങ്ങളുണ്ട്. പിന്നെ അങ്ങോട്ട് മാറ്റുകയത് പിന്നെ അവിടം വരെയാണ് കാര്യങ്ങൾ ഉള്ളത്. പിന്നെ എൻ്റെ ഡീറ്റെയിൽ അവർ എഴുതിയെടുത്തു. പിന്നെ എന്നോട് പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴും ഷാൻ ഭാസ്കറിയ പറയുന്നുണ്ട്, നിങ്ങൾ പോയി കല്യാണത്തിന് അറ്റൻഡ് ചെയ്തോന്ന് അങ്ങനെ പുള്ളിക്ക് സംസാരിക്കാറാവുന്ന സമയത്ത്. അപ്പോൾ വീണ്ടും ഞാൻ കുറച്ച് നേരം കൂടെ അവിടെ ചെയ്ത് നിന്ന്, കാരണം നമ്മുടെ ഗസ്റ്റായിട്ട് വന്നൊരാളാണല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ പറ്റുന്ന പോലെ അവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നെ ഞാൻ കുറേ കഴിയുമ്പോൾ കല്യാണത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ചെന്ന് ജോയിൻ ചെയ്യത്.